Elephant trails weave roots gripping the clay where whispers of ഹായ്, waterfalls drench the day. ഇന്ന് ഇലക്ട്രിക് കാറുമായിട്ട് ഞങ്ങൾ ഊട്ടിയിലേക്കൊരു യാത്ര പോവുകയാണ്. ഇലക്ട്രിക് കാർ ആകുമ്പോൾ മറ്റു കാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയൊരു പ്ലാനൊക്കെ ആവശ്യമാണ് ലോങ് പോകുമ്പോൾ. അപ്പോൾ ഞങ്ങൾ സുബൈക്ക് ശേഷം ഒരു 5:30 അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഫുൾ ചാർജിൽ ഈ കാറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 200 കിലോമീറ്ററാണ്. ഊട്ടിയിലേക്ക് ഇവിടുന്ന് ഒരു 150 കിലോമീറ്ററാണ് ഏകദേശം അതിൻ്റെ ദൂരം. പക്ഷെ ഗൂഡല്ലൂരിൽ നിന്ന് അങ്ങോട്ട് ഹൈ റേഞ്ച് മേഖലയാണ്. അപ്പോൾ നമുക്ക് അത്രണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഗൂഡല്ലൂർ എത്തുന്നതിന് മുമ്പ് ഒന്നും കൂടി ഫുൾ ചാർജ് ചെയ്തിട്ട് ഊട്ടിയിലേക്ക് യാത്ര പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫാസ്റ്റ് ചാർജറൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ പിടിക്കും ചാർജ് ആവാൻ. ആ സമയത്ത് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. Fern fringe portals, secrets untold. A Thyra Pally holds memories bold. Misty veils dance in the emerald haze. River hums soft in the sunlight's blaze. Monsoon guardians perched on bark. Logical echoes, the jungle's heart spark. Misty veils dance in the emerald haze. River hums soft in the sunlight's blaze. Monsoon guardians perched on bark. Logical echoes, the jungle's heart. ഊട്ടിയിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ പ്രധാനമായിട്ട് 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, ഊട്ടിയിലെ ലോക പ്രസക്തമായ ഫ്ലവർ ഷോ നടക്കുകയാണ്. ഇപ്പോൾ അതിന്റെ അവസാന സമയമാണ്. അപ്പൊ അതൊന്ന് സന്ദർശിക്കണം എന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ഊട്ടിയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ വളരെ പ്രകൃതി മനോഹരമായ അതിസുന്ദരമായ ശാന്തമായ ആകാശം തെളിഞ്ഞ കൂടുതൽ നക്ഷത്രങ്ങളെ കാണുന്ന നീലഗിരി മലനിരകളാൽ ചുറ്റപ്പെട്ട ആവലാഞ്ചി എന്ന പ്രദേശം അവിടെ നിന്ന് സന്ദർശിക്കണമെന്ന്. ഇന്ത്യയിൽ തന്നെ വളരെ എണ്ണപ്പെട്ട ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ടതാണ് ആവലാഞ്ചി. ഈ ടൗണിൽ നിന്നും മറ്റുമൊക്കെയുള്ള പ്രകാശങ്ങൾ അവിടെ വളരെ കുറവാണ്. ലൈറ്റ് പൊല്യൂഷൻ വളരെ കുറഞ്ഞ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആകാശത്തെ വളരെ ക്ലിയറായി കാണാം. കൂടുതൽ നക്ഷത്രങ്ങളെയും മറ്റു ഒബ്ജക്റ്റുകളെയും ഒക്കെ നിരീക്ഷിക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് സന്ദർശിക്കണം എന്നുണ്ട്. രാത്രി കുറച്ച് സമയം അവിടെ ചെലവഴിക്കണം. അതിനുള്ള സോഫ്റ്റ്വെയറുകളും മറ്റു സാമഗ്രികളൊക്കെ കരുതിയിട്ടുണ്ട്. നല്ല തെളിഞ്ഞ ആകാശം കിട്ടണം. മഴ മാറി നിൽക്കുന്ന, മഴയില്ലാത്ത നല്ല തെളിഞ്ഞ ആകാശമാവണം, എന്നാലേ അതൊക്കെ സാധ്യമാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും കൃത്യമായി നടന്നോളന്നില്ല. ഒമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ പ്ലാനാണ് നടക്കാൻ പോകുന്നത് എന്നാണല്ലോ അതിന്റെ ആശയം. Step by step through the forest deep, where time stands still, where spirits meet. Every rustle a tale to spin, careless heartbeats from within. Coconut breezes glide through green veins, kingfishers dart vivid colorful flames. Climb the clouds, the hills unfold, nature's crown, stories never told. Footfalls drown in the murmuring stream, a lush embrace feels like a dream. Wild jasmine scents lace the damp air, carolus forests where souls were there. Every shadow guardian unseen, moonbeams filter through canopies green. An orchestra plays in the dripping dusk, life's raw form untainted by musk.